സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്കിൽ കാസർഗോഡും പ്രതിഷേധം ശക്തം. പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ചിലയിടങ്ങളിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായി. പോലീസ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ. ജോസഫ്, കേരളം സ്തംഭിച്ചിരിക്കുകയാണ്. നിലവിൽ കാസർഗോഡ് പ്രതിഷേധം ശക്തമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. വിശദാംശങ്ങൾ. ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ച പണിമുടക്കിൽ കാസർഗോഡ് ജില്ലയും പൂർണ്ണമായ രീതിയിൽ തന്നെ സഹകരിക്കുകയാണ്. ഇന്ന് 9 മണിയോട് കൂടിയാണ് സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. ഈ മാർച്ചിനെത്തിയ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ടാക്സി ജീവനക്കാരെയും മറ്റ് നാഷണൽ പെർമിറ്റ് ഓടിക്കുന്നവരെയും തടഞ്ഞത്. അവർ ഇന്നത്തെ പണിമുടക്കിന്റെ ആവശ്യങ്ങൾ പ്രധാനമായും യാത്രക്കാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയായിരുന്നു. പക്ഷേ ഇത് വകവയ്ക്കാതെ ചില ആളുകൾ മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം ഉണ്ടായി. ഇങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ഓട്ടോ ഡ്രൈവർമാരും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായത്. പിന്നീട് പോലീസ് എത്തി ഇവരെ അനുനയിപ്പിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ സമരം ശക്തമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. പ്രത്യേകിച്ച് സ്വകാര്യ ബസ്സുകളോ ഒരു KSRTC ബസ് പോലും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് കാസർഗോഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രൈവറ്റ് വാഹനങ്ങളിലാണ് ആളുകൾ കൂടുതലായും ഇന്ന് യാത്ര ചെയ്യുന്നത്. എന്തായാലും ടാക്സി വാഹനങ്ങളെയും മറ്റും പ്രവർത്തകർ ഇവിടെ തടയുന്നുണ്ട്. ഇത് ചെറിയ രീതിയിൽ സംഘർഷത്തിന് ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പോലീസ് ഈ ഭാഗങ്ങളിലെല്ലാം കൃത്യമായി എത്തുകയും പ്രവർത്തകരെ അനുനയിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഇപ്പോൾ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ചിട്ടുള്ള മാർച്ച് അതിപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് ഇപ്പോൾ നീങ്ങിക്കഴിഞ്ഞു. എന്തായാലും നിരവധി പ്രവർത്തകരാണ് ഇപ്പോൾ ഈ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത സമരത്തിന്റെ ഭാഗവാക്കുകളായി ഈ റോഡിലും മറ്റും അണിനിരന്നിട്ടുള്ളത്. ഈ സമരത്തിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുക കൂടിയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നാണ് പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുവാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതേസമയം ഇതിന്റെ ഒരു അന്തസത്ത ഉൾക്കൊള്ളാതെ ഇത്തരത്തിൽ ഈ സമരക്കാരെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും ഈ പ്രവർത്തകർ വ്യക്തമാക്കുന്നു. എന്തായാലും കാസർഗോഡ് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജോസഫ്, നമുക്കറിയാം, ഒരു ദേശീയ പണിമുടക്ക് എന്നും ഒരു സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത്. ദിവസവേതനം ഈടാക്കുന്ന ആളുകളെയാണ് ബാധിക്കുന്നത്. ഇത് ദൂരയാത്രകൾക്ക് വേണ്ടി വരുന്നവരെ ആയിക്കോട്ടെ, ഒരു ആശുപത്രി ആവശ്യങ്ങൾക്ക് പോകുന്നവരായിക്കോട്ടെ, ഇത് വലിയ രീതിയിൽ ബാധിക്കും. ഇതിനെങ്ങനെയാണ് സമരക്കാരായിക്കോട്ടെ പോലീസുകാരായിക്കോട്ടെ എങ്ങനെയാണ് ഇതിനെ എടുക്കുന്നത്? സമരക്കാർ പ്രധാനമായും വാഹനങ്ങൾ തടയുന്നത് ടാക്സിക്കാരെ ആണ്. ടാക്സി ഉപയോഗിക്കുന്നവരെയും അതുപോലെ തന്നെ വലിയ നാഷണൽ പെർമിറ്റ് ഉപയോഗിക്കുന്നവരെയുമാണ് പ്രധാനമായും തടയുന്നത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പണിമുടക്ക് എന്ന് പറയുന്നത് സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. 3 മാസം മുമ്പ് തന്നെ ഇത്തരത്തിൽ ദേശീയ പണിമുടക്കുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ നൽകിയതാണ്. ഇതിനോട് സഹകരിക്കാതിരിക്കുന്നത് തൊഴിലാളി ദ്രോഹ മനോഭാവമാണ് എന്നാണ് സമരക്കാർ വ്യക്തമാക്കുന്നത്. അതേസമയം ആളുകൾ പറയുന്നത് വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പോവുകയാണ്, ആശുപത്രിയിലേക്ക് പോവുകയാണ്, എയർപോർട്ടിൽ പോവുകയാണ് എന്നൊക്കെയാണ് പ്രധാനമായും പറയുന്നത്. ഈ ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നവരെ സമരക്കാർ കടത്തി വിടുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ രൂപത്തിൽ സംസാരിക്കുന്നവരെ ഇതിൽ ചില ആളുകൾ ഈ സമരക്കാരെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നമുക്കിവിടെ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ആളുകളോട് ഇത്തരത്തിൽ കുറച്ച് കർക്കശ നിലപാട് തന്നെയാണ് ഈ സമരക്കാർ സ്വീകരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് സംയോജിതമായി കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്നുണ്ട്. അക്രമ സംഭവങ്ങളിലേക്ക് കടക്കാതിരിക്കാൻ പോലീസ് പ്രത്യേക ജാഗ്രത പുലർത്തുന്നുണ്ട്. കാസർഗോഡിന്റെ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വിഭിന്നമായി കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ഭാഗങ്ങളിലെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. ഒരു ഓട്ടോറിക്ഷ ഇത്തരത്തിൽ വരുന്ന സാഹചര്യത്തിൽ പ്രവർത്തകർ കാറ്റയച്ചു വിടുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസ് എത്തി അവരെ തടയുകയാണ് ഉണ്ടായത്. അങ്ങനെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. യാത്രക്കാരാണെങ്കിലും അനാവശ്യ യാത്രകൾ പരമാവധി ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിലേക്കും എയർപോർട്ടിലേക്കും, പ്രത്യേകിച്ച് മംഗലാപുരം എയർപോർട്ടിലേക്കും ആശുപത്രിയിലേക്കും പോകുന്നവരാണ് പ്രധാനമായും ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ പണിമുടക്കിനോട് സഹകരിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ സ്വകാര്യ ബസ്സുകളും അതുപോലെ തന്നെ KSRTC ബസ്സുകളും പൂർണ്ണമായി പണിമുടക്കിനോട് സഹകരിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ INTC-യുടെയും AITC-യുടെയും നേതൃത്വത്തിലുള്ള ടാക്സി തൊഴിലാളികളും ഈ സമരവുമായി പൂർണ്ണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. BMS ഉൾപ്പെടെയുള്ള സംഘടനകളാണ് ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. അവരുടെ ഓട്ടോകളും നിരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം,
ഈ ജീവിക്കണമെങ്കിൽ ഒരു ദിവസം പോലും പണിയെടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ലാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതെ മാറി നിൽക്കുന്നതെന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലെ കടകമ്പോളങ്ങളും പൂർണ്ണമായി അടഞ്ഞു കിടക്കുകയാണ്. ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ക്യാൻറ്റീനുകൾ മാത്രമാണ് പ്രധാനമായും ഇപ്പോൾ തുറന്നു കിടക്കുന്നത്. അവിടെ നിന്നാണ് ആളുകൾ അല്പമെങ്കിലും ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാസർഗോട്ടെ ഈ ദേശീയ പണിമുടക്കിൽ പ്രവർത്തകർ അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ തൊഴിലാളികൾ എല്ലാം ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവം തന്നെ കാണിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ചില സംഘർഷ നിമിഷങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അതിനൊരു അല്പം അയവ് വന്നിരിക്കുന്നു. സമരക്കാർ ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ INTC-യുടെ നേതൃത്വത്തിൽ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ഒരു മാർച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും. സംയുക്ത ട്രേഡ് യൂണിയന്റെ ദേശീയ പണിമുടക്കിൽ കാസർഗോഡും പ്രതിഷേധം ശക്തമാണ്. പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. ചിലയിടങ്ങളിൽ നേരിയ തോതിൽ സംഘർഷമുണ്ടായെങ്കിലും പോലീസുകാരുടെ സമയോചിതമായ ഇടപെടലിൽ സമാധാനപൂർണമായിട്ട് തന്നെയാണ് അവിടെയും സമരം മുന്നോട്ടു പോകുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള.